പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പരീക്ഷകളെ പ്രാർത്ഥനയോടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായമാണല്ലോ. ഈ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യാക്കോബ് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസം എന്ന് പറയുക മാത്രമല്ല, വിശ്വാസത്തോട് പ്രവൃത്തിയും കൂടെ ചേരുമ്പോഴാണ് അതിനൊരു നല്ല റിസൾട്ട്, നല്ലൊരു ഫലം ഉളവാകുന്നത് എന്ന് യാക്കോബ് തൻ്റെ ഈ ലേഖനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് നാം വായിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവായാൽ അവൻ എന്തു ചെയ്യണം? അവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അവന് നൽകും എന്നുള്ളതാണ്. നമുക്ക് പഠനത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ, നാം ചെയ്യുന്ന ജോലികളോടുള്ള ബന്ധത്തിലാണെങ്കിൽ നമ്മൾ അറിവിൽ പരിമിതിയുള്ളവരാണ്. എന്നാൽ പരിമിതി കൂടാതെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. മുതൽ മുടക്കില്ലാതെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അറിവ് പകരുവാൻ, ജ്ഞാനം നൽകുവാൻ, കർത്താവിൻ്റെ സ്രോതസ്സുകളെ നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. രണ്ടാം ഭാഗത്തിൽ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: പ്രശംസിക്കണം. എളിയവർ പ്രശംസിക്കേണ്ടത് അവരുടെ ഉയർച്ചയിൽ ദൈവത്തിൽ പ്രശംസിക്കണം. ധനവാനാണെങ്കിൽ അവരുടെ എളിമയിൽ പ്രശംസിപ്പാൻ ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം മൂന്നാമതായിട്ട് പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. എന്നാൽ അവൻ പരീക്ഷിക്കപ്പെടേണ്ടത് സ്വന്തം മോഹത്താലല്ല പരീക്ഷിക്കപ്പെടേണ്ടത്. മോഹത്താൽ പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയും ആ പാപം മുഴുത്തിട്ട് മരണത്തെ അതിൻ്റെ ആ അന്ത്യത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ നമ്മുടെ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പരീക്ഷകളെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തിൽ ജയിക്കുവാൻ, പരീക്ഷകളെ സഹിപ്പാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. അങ്ങനെ ആ പരീക്ഷകളിൽ തികഞ്ഞ് കൊള്ളാകുന്നവനായി നാം പുറത്തു വരുമ്പോൾ ദൈവം നമുക്ക് ഭാഗ്യകരമായ ഒരനുഭവം നൽകുന്നു. ജീവകിരീടം കർത്താവ് നമുക്ക് ദാനമായി നൽകുന്നു എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ തിരുവചന ഭാഗം നാം വായിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവന് ജ്ഞാനം നൽകുന്നൊരു കർത്താവുണ്ട്. തികഞ്ഞവനായി പരീക്ഷകളിൽ നിന്ന് പുറത്തു വന്നാൽ, കൊള്ളാകുന്നവനായി തീർന്നാൽ അവന് കർത്താവ് ജീവകിരീടം നൽകും. അതുമാത്രമല്ല, മോഹം ഗർഭം ധരിച്ച് അത് പാപത്തെയും മരണത്തെയൊക്കെ മുൻനിർത്തുമ്പോൾ പറയുകയാണ്, സ്വർഗത്തെ ദൈവം നമുക്ക് നല്ല ദാനങ്ങൾ നൽകുന്നവനാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തികഞ്ഞ വരങ്ങൾ നൽകുന്നൊരു കർത്താവാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യവും അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്താണ് ദൈവഭക്തി എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഭക്തി നമുക്ക് ജ്ഞാനം നൽകുന്നതാണ്. ദൈവത്തിലുള്ള ഭയമാണ് നമുക്ക് ദൈവത്തിൻ്റെ ഭക്തിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. എന്നാൽ ദൈവം മുമ്പാകെയുള്ള ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുകയും അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആശ്വസിപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെ ആശ്വാസ വാക്കുകളും പ്രവൃത്തികളൊക്കെ നാം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം ലോകത്താലുള്ള കളങ്കം പറ്റാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നാം ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ദൈവമുമ്പാകെയുള്ള ഭക്തി നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പ്രകടിപ്പിക്കുവാൻ, അത് പ്രദർശിപ്പിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ശുദ്ധവും നിർമ്മലവുമായുള്ള ദൈവഭക്തിയുള്ളവരായി ഈ കാലഘട്ടത്തിൽ കർത്താവിന് ഹിതമായ വണ്ണം മുന്നേറുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.